നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. കർഷകർക്ക് സർക്കാരിന്റെ കൈത്താങ്. ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ സഹകരണ ബാങ്കുകൾക്ക് സർക്കാർ നിർദ്ദേശം. കർഷക ആത്മഹത്യകൾ തുടരുന്ന സാഹചര്യത്തിൽ വിഷയം ചർച്ച ചെയ്യാൻ മറ്റന്നാൾ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം ചേരും. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗവും ഇക്കാര്യം ചർച്ച ചെയ്യും. കർഷക ആത്മഹത്യ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഇടപെടൽ. ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ സഹകരണ ബാങ്കുകൾക്ക് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർദ്ദേശം നൽകി. ഈ മാസം 12-ന് റിസർവ് ബാങ്കും നബാർഡുമായും സഹകരണ മന്ത്രിയും ചീഫ് സെക്രട്ടറിയും ചർച്ച നടത്തും. ഇതെല്ലാം തന്നെ നിർത്തിവെക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കൃഷിക്കാരന്റെ വായ്പയുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകൾ നീങ്ങില്ല. കാർഷിക വായ്പ എടുത്തവർ മാത്രമല്ല, മറ്റു വായ്പകൾ എടുത്ത കർഷകരും കടക്കണിയിൽ കുടുങ്ങിയെന്നാണ് സർക്കാർ വിലയിരുത്തൽ. സർഫാസി ആക്ട് അനുസരിച്ചുള്ള ജപ്തി നടപടികൾ അടിയന്തരമായി നിർത്തിവെക്കണം എന്നുള്ളതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. അതിനാവശ്യമായ രീതിയിലുള്ള ശക്തമായ നടപടികൾ സംസ്ഥാന ഗവൺമെന്റ് 6-ാം തീയതി ബാങ്കുകളുടെ മീറ്റിംഗ് വിളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ബാങ്കുകളുടെ നോട്ടീസ് കിട്ടുമ്പോഴേക്കും ദയവായി കർഷകർ ഭയവിഹ്വലരാവേണ്ട കാര്യമില്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പ്രളയത്തെ തുടർന്ന് കാർഷിക വായ്പകൾക്ക് നേരത്തെ 1 വർഷത്തെ മൊറട്ടോറിയം ബാങ്കുകൾ പ്രഖ്യാപിച്ചിരുന്നു. ഈ ഇളവ് കർഷകരുടെ എല്ലാ വായ്പകൾക്കും വേണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 തിരുവനന്തപുരം. ജപ്തി നടപടികൾ നിർത്തിവെക്കാനുള്ള സർക്കാർ നിർദ്ദേശത്തിനിടെ വീണ്ടും നോട്ടീസുകൾ അയച്ച് സഹകരണ ബാങ്കുകൾ. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് ഇന്ന് മാത്രം 6 പേരുടെ സ്വത്ത് ജപ്തി ചെയ്യാൻ സർഫാസി നിയമപ്രകാരം നോട്ടീസ് പരസ്യപ്പെടുത്തി. കാർഷിക പ്രതിസന്ധി തടയാൻ സർക്കാർ നടപടി തുടരുന്നതിനിടെയാണ് സർഫേസി നിയമപ്രകാരം ബാങ്കുകൾ ജപ്തി നടപടികളിലേക്ക് കടന്നത്. കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് ഇന്ന് മാത്രം 6 പേരുടെ ജപ്തി അറിയിച്ച് പത്രപരസ്യം നൽകി. കാർഷിക മേഖല ഇപ്പം നമുക്കറിയാം, മഹാപ്രളയത്തിന് ശേഷം കേരളത്തിലെ കാർഷിക മേഖല ഭീകരമായ ഒരു പ്രതിസന്ധിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കേരളത്തിലെ സർക്കാർ ഉത്തരവ് പോലും ലംഘിച്ചുകൊണ്ട് കേരളത്തിലെ ധനകാര്യ സ്ഥാപനങ്ങൾ ജപ്തി നടപടികളായി മുന്നോട്ട് പോകുന്നത്. 1 മാസത്തിനിടെ സംസ്ഥാനത്ത് 6 കർഷകർ കടക്കണി മൂലം ജീവനൊടുക്കിയിരുന്നു. പ്രളയക്കെടുതിയെ തുടർന്ന് സംസ്ഥാന സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചെങ്കിലും ഇത് ബാധകമല്ലെന്നാണ് സഹകരണ വകുപ്പിന്റെ നിലപാട്. കിട്ടാക്കടം തിരിച്ചുപിടിക്കാൻ വയനാട്, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ജപ്തി നോട്ടീസുകൾ നൽകിയിട്ടുള്ളത്. കാർഷിക മേഖല സമാനതകളില്ലാത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്നതിനിടെയാണ് ബാങ്കുകൾ ജപ്തി നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. സർഫേസി നിയമപ്രകാരം കുടിശ്ശിക വരുത്തിയവരുടെ സ്വത്ത് പിടിച്ചെടുക്കാനാണ് ബാങ്കുകളുടെ തീരുമാനം. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. വെന്തുരുകി കേരളം. ഇന്നും നാളെയും കോഴിക്കോട്ട് ഉഷ്ണതരംഗമുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. താപനില 5 ഡിഗ്രി വരെ ഒറ്റയടിക്ക് ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. തൃശൂർ മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകളിൽ ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട്. താപനിലയും അന്തരീക്ഷത്തിലെ ബാഷ്പത്തിന്റെ അളവും ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് കോഴിക്കോട് ഉഷ്ണതരംഗമുണ്ടാകുമെന്ന മുന്നറിയിപ്പ്. നിലവിലുള്ള കൂടിയ താപനിലയിൽ നിന്ന് 5 ഡിഗ്രി വരെ പൊടുന്നനെ ചൂടുയരുകയും താഴുകയും ചെയ്യും. ഇന്നും നാളെയും കോഴിക്കോട് ജില്ലയിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലും ഇതിന്റെ ഫലമായി താപനില ഉയർന്നേക്കും. കടലിലെ താപനിലയിലെ ഏറ്റക്കുറച്ചിൽ മൂലമുള്ള എൽനിനോ പ്രതിഭാസമാണ് സംസ്ഥാനത്ത് ചൂട് കൂടാൻ കാരണം. അപകട സാധ്യത കണക്കിലെടുത്ത് മുൻകരുതൽ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം. വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരും പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്നും നിർദ്ദേശമുണ്ട്. കുടിവെള്ളം എപ്പോഴും കയ്യിൽ കരുതണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നു. മുന്നറിയിപ്പ് പ്രകാരം വടക്കൻ ജില്ലകളിലുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തണം. ചൂടിനെ പ്രതിരോധിക്കാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും വേണം. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPI സ്ഥാനാർത്ഥി പട്ടികയായി. തിരുവനന്തപുരത്ത് C. ദിവാകരൻ സ്ഥാനാർത്ഥിയാകും. മാവേലിക്കരയിൽ ചിറ്റയം ഗോപകുമാറും തൃശൂരിൽ രാജാജി മാത്യു തോമസും മത്സരിക്കും. PP സുനീറാണ് വയനാട്ടിൽ മത്സരിക്കുക. തിരുവനന്തപുരത്ത് ചേർന്ന CPI എക്സിക്യൂട്ടീവിലാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് പാർട്ടിയെ അറിയിച്ചതായി തൃശൂരിലെ സിറ്റിംഗ് MP CN ജയദേവൻ പറഞ്ഞു. തൃശ്ശൂരിൽ നിന്ന് പേര് നിർദ്ദേശിച്ചിരുന്നു. ഇവിടെ ഞങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഞാൻ തന്നെയാണ് നിർദ്ദേശം വെച്ചത്. ഞാൻ മാറി രാജാജി മാത്യു തോമസ് ആകട്ടെ എന്നുള്ളത്. കൂടുതൽ സാധ്യത
തീർച്ചയായിട്ടും തൃശ്ശൂർ പുതിയ സാഹചര്യങ്ങളുണ്ട് കുറച്ച്. അത് കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. അത് രാജാജി മാത്യു തോമസ് ആകുമ്പോൾ അദ്ദേഹം പക്ക ഒരു മതേതരത്വ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ. തിരുവനന്തപുരത്തെ മത്സരം വെല്ലുവിളിയായി ഏറ്റെടുക്കുന്നുവെന്നും വിജയിക്കുമെന്ന് ഉറപ്പുണ്ടെന്നുമാണ് സി ദിവാകരൻ പറഞ്ഞത്. ഞാൻ എന്നും ഏത് വെല്ലുവിളി ഏറ്റെടുക്കും. എനിക്ക് വെല്ലുവിളിയൊന്നുമില്ല. ഏത് വെല്ലുവിളി ഏറ്റെടുക്കും. ഇവിടെ എന്നെ അവസാനമായി തീരുമാനിച്ചാൽ ഞാൻ മത്സരിക്കും, ഞാൻ ജയിക്കും. അതെങ്ങനെയാണ്? വിവരങ്ങളുമായി വി അരുൺ ചേരുകയാണ്. അരുൺ, CPIയുടെ സ്ഥാനാർത്ഥി പട്ടികയായിരിക്കുകയാണ്. വെല്ലുവിളി ഏറ്റെടുക്കുന്നുവെന്ന് സി ദിവാകരൻ MLA, അതുപോലെ തന്നെ ചിറ്റയം ഗോപകുമാർ MLA മത്സരിക്കുന്നു. തൃശ്ശൂരാണ് പറഞ്ഞു കേട്ട പേരുകൾക്കപ്പുറത്തേക്ക് രാജാജിയിലേക്ക് പാർട്ടി പോയത്. ജയദേവൻ പറഞ്ഞത് രസകരമായിട്ടുണ്ട്. ഏറ്റവും മതേതരനായ സ്ഥാനാർത്ഥിയാണ് രാജാജി എന്ന് പറയാൻ ജയദേവൻ മറന്നതുമില്ല. വിവരങ്ങളിലേക്ക്. ശരത്ത്, കാര്യമായ അത്ഭുതങ്ങൾ ഈ സ്ഥാനാർത്ഥി പട്ടികയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമുള്ളത് സിറ്റിംഗ് MP CN ജയദേവൻ മാറുന്നു എന്നുള്ളതാണ്. അത് നേരത്തെ പറഞ്ഞു കേട്ടതുമാണ്. CN ജയദേവന്റെ പ്രവർത്തനം സംബന്ധിച്ച് പാർട്ടി അണികൾക്കിടയിൽ കൂടി വലിയ മതിപ്പുണ്ടായിരുന്നില്ല. രാജ്യത്ത് തന്നെ CPIയുടെ ഏക ലോക്സഭാ MP ആണ്, കഴിഞ്ഞ ലോക്സഭയിലെ MP ആണ് CN ജയദേവൻ. അദ്ദേഹത്തെ മാറ്റാൻ തീരുമാനമെടുത്തിരിക്കുന്നു. അദ്ദേഹം താൻ ആവശ്യപ്പെട്ട പ്രകാരം പാർട്ടി ആ തീരുമാനമെടുക്കുകയായിരുന്നാണ് പിന്നീട് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ നേരത്തെയുള്ള സൂചനയും വളരെ രസകരമായിരുന്നു. ശരത് സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും നല്ല മതേതര സ്ഥാനാർത്ഥിയാണ് തൃശ്ശൂർ ലഭിക്കാവുന്ന, അവിടുത്തെ സാഹചര്യങ്ങളനുസരിച്ച് മതേതര സ്ഥാനാർത്ഥിയാണ് രാജാജി മാത്യു തോമസ് എന്നായിരുന്നു ജയദേവന്റെ പ്രതികരണം. സി ദിവാകരന്റെ സ്ഥാനാർത്ഥിത്വമാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIക്ക് ഏറെ നാണക്കേടുണ്ടാക്കിയ പേയ്മെന്റ് സീറ്റ് വിവാദത്തിൽ പാർട്ടി നടപടി നേരിട്ട ആളാണ് സി ദിവാകരൻ. തുടർന്ന് അദ്ദേഹത്തിനെ മത്സരിപ്പിക്കാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന ആവശ്യം പാർട്ടി ഉയർന്നു. പക്ഷേ അപ്പോൾ നെടുമങ്ങാട് സീറ്റിലേക്ക് വരികയും അവിടെ വിജയിക്കുകയും ചെയ്ത സി ദിവാകരനെ പാർട്ടി ഒരിക്കൽ കൂടി വളരെ പ്രധാനപ്പെട്ട ചുമതല ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ തവണ 3ാം സ്ഥാനത്ത് പോയ തിരുവനന്തപുരം മണ്ഡലത്തെ തിരിച്ചുപിടിക്കുക എന്ന സുപ്രധാന ചുമതലയാണ് സി ദിവാകരന് പാർട്ടി നൽകുന്നത്. ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നതും വിജയിക്കാൻ തനിക്ക് അറിയാമെന്നും ദിവാകരൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഏറെക്കുറെ ഉറപ്പിച്ച സ്ഥാനാർത്ഥിത്വം ചിറ്റയം ഗോപകുമാറിൻ്റെതായിരുന്നു. മാവേലിക്കരയിൽ 3 ജില്ലാ കൗൺസിലുകൾ നിർദ്ദേശിച്ച പേരാണ് ചിറ്റയത്തിൻ്റേത്. അടൂർ MLA കൂടിയ ചിറ്റയം മാവേലിക്കരയിൽ നിന്ന് മത്സരിക്കും. അവിടെ ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ CPI ചിറ്റയത്തെ കണ്ടെത്തിയിരിക്കുന്നതിനെ പറയേണ്ടി വരും. വയനാട് PP സുനീർ മത്സരിക്കും. നിലവിൽ CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ് PP സുനീർ. സത്യൻ മുഖേരിയുടെ പേരും അവിടെ പറഞ്ഞു കേട്ടുന്ന പേരാണ്. പക്ഷേ PP സുനീറിലേക്കാണ് അവിടെ സ്ഥാനാർത്ഥിത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ CPI അനൗദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്തിമ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി മാത്രമായി. ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തെ രാഷ്ട്രീയ പോരാട്ടം രാഷ്ട്രീയമായി തന്നെ CPI ഏറ്റെടുക്കുന്നു. മുൻമന്ത്രി മുതിർന്ന CPI നേതാവ് സി ദിവാകരൻ തിരുവനന്തപുരത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPIയുടെ അത്തരത്തിലുള്ള ധാരണകൾ ആയിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ അരുൺ നൽകിയത്. സ്ഥാനാർത്ഥികളുടെ പേര് ചർച്ച ചെയ്യാതെ KPCC തെരഞ്ഞെടുപ്പ് കമ്മിറ്റി പിരിഞ്ഞു. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് സമിതി അംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ മുതിർന്ന നേതാക്കൾ പരിഗണിക്കും. സമിതി വീണ്ടും ചേർന്ന് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകാനാണ് ഇപ്പോഴത്തെ ധാരണ. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കൂടി ആലോചിച്ചാവും കരടിന് രൂപം നൽകുക. മത്സരിക്കാനില്ലെന്ന് VM സുധീരൻ യോഗത്തെ അറിയിച്ചു. വിവരങ്ങളുമായി കിരൺ ബാബു ചേരുന്നു. കിരൺ, ഈ വിധം ഇന്നത്തെ ഈ KPCC യോഗം കഴിയുമ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്നത്തെ KPCC യോഗത്തിൽ KPCC തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ സ്ഥാനാർത്ഥികളുടെ പേരുകളിലേക്ക് കടന്നില്ല. ഇപ്പോൾ KPCC അധ്യക്ഷൻ അടക്കമുള്ളവർ ഓരോ അംഗങ്ങളിൽ നിന്നും അവരുടെ നിർദ്ദേശങ്ങൾ കേൾക്കുകയാണ്, പ്രത്യേകം കേൾക്കുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല അതോടൊപ്പം ഉമ്മൻചാണ്ടി ഇവർ 3 പേരും വീണ്ടും ചർച്ച നടത്തിയതിന് ശേഷമാവും ഒരു പട്ടികയ്ക്ക് തയ്യാറാക്കുക. ഈ പട്ടികയാവും ഹൈക്കമാൻഡിന് സമർപ്പിക്കുക. അതാണ് ഇപ്പോൾ ഉണ്ടാക്കിയ ധാരണ. അത് അടുത്ത ഒരാഴ്ചക്കുള്ളിലാവും ഈ ഒരു പട്ടിക ഹൈക്കമാൻഡിന് സമർപ്പിക്കുക. ശരി കിരൺ. മുന്നണിയിലെ സീറ്റ് തർക്കം സൗകര്യമായി കണ്ട് കോൺഗ്രസ് 8 സിറ്റിംഗ് സീറ്റുകളിൽ 4 ആര് മത്സരിക്കണമെന്നത് സംബന്ധിച്ച് കോൺഗ്രസിൽ കടുത്ത തർക്കം നിലനിൽക്കുകയാണ്. 2ാം സീറ്റിനായുള്ള കേരള കോൺഗ്രസിന്റെ അവകാശവാദത്തിൽ സ്വന്തം സ്ഥാനാർത്ഥി തർക്കവും ഗ്രൂപ്പ് പോരും ഒളിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. തിരുവനന്തപുരത്ത് ശശി തരൂർ, മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ്, എറണാകുളത്ത് KV തോമസ്, കോഴിക്കോട് MK രാഘവൻ. ഈ 4 സിറ്റിംഗ് സീറ്റുകളാണ് തർക്കരഹിതം. 2014 വിജയിച്ച വടകരയിൽ സിറ്റിംഗ് MP KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരത്തിനില്ല. അന്തരിച്ച MI ഷാനവാസിന്റെ മണ്ഡലമായിരുന്ന വയനാട്ടിലും പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ പത്തനംതിട്ടയിൽ ആന്റോ ആന്റണിക്കെതിരെ DCC തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ
സിറ്റിംഗ് എം പി കെ സി വേണുഗോപാൽ മത്സരിക്കാൻ തയ്യാറാണെങ്കിലും കോൺഗ്രസിന്റെ ദേശീയതല സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള തിരക്കുകൾ അദ്ദേഹത്തിന് പ്രതിസന്ധിയാകും. ഇതിനു പുറമെയാണ് കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട സീറ്റുകളിലെ സ്ഥാനാർത്ഥി നിർണയം. കണ്ണൂരിൽ ആര് മത്സരിക്കണമെന്ന് സംബന്ധിച്ച് കെ സുധാകരന്റെ തീരുമാനം നിർണായകമാകും. ആറ്റിങ്ങൽ, ഇടുക്കി, തൃശൂർ, ചാലക്കുടി, പാലക്കാട്, ആലത്തൂർ, കാസർഗോഡ് തുടങ്ങിയ സീറ്റുകളിലേക്ക് പുതിയ സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം. ഗ്രൂപ്പ്, ജാതി, മത സമവാക്യങ്ങൾക്കൊപ്പം ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുള്ള വനിതാ, ചെറുപ്പക്കാർ എന്നിവ കൂടി പരിഗണിച്ചു വേണം ഈ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാൻ. ഇതിനൊപ്പം ചില മണ്ഡലങ്ങൾ വച്ചുമാറുന്നത് സംബന്ധിച്ച ഗ്രൂപ്പ് തർക്കവും ഉണ്ടായിട്ടുണ്ട്. ഐ ഗ്രൂപ്പിന്റെ സീറ്റായ വയനാടിനായി എ ഗ്രൂപ്പ് ചരടുവലി നടത്തുന്നുണ്ട്. ഈ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള സാവകാശമായിട്ടാണ് മുന്നണിയിലെ പ്രശ്നങ്ങളെ കോൺഗ്രസ് കാണുന്നത്. അവകാശവാദങ്ങൾ എന്തായാലും നാമനിർദ്ദേശ പത്രിക നൽകുന്നതിനുള്ള അവസാന ദിവസം വരെ നീളും ചില സീറ്റുകളിലെങ്കിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. പി ജെ ജോസഫിന് സീറ്റ് കൊടുക്കില്ലെന്ന നിലപാടിൽ ഉറച്ച് കെ എം മാണി. കേരള കോൺഗ്രസിന്റെ ലോക്സഭാ സ്ഥാനാർത്ഥി ആരാകണമെന്ന് പാർട്ടി തീരുമാനിക്കുമെന്ന് ജോസ് കെ എം മാണി പറഞ്ഞു. ജോസഫിനെ അനുനയിപ്പിച്ച് ഒപ്പം നിർത്താനുള്ള നീക്കങ്ങളും കേരള കോൺഗ്രസിൽ തുടരുകയാണ്. മത്സരിക്കുമെന്ന് പി ജെ ജോസഫ് പലതവണ പറഞ്ഞെങ്കിലും കെ എം മാണിക്കും ജോസ് കെ മാണിക്കും ഒട്ടുമായവില്ല. ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ജോസ് കെ മാണിയുടെ പ്രതികരണവും ഇങ്ങനെ: ഒരു സീറ്റാണെങ്കിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി? പി ജെ തന്നെ. അത് പാർട്ടി തീരുമാനിക്കട്ടെ. നാളെ കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ച നടക്കാനിരിക്കെ 2 സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേരള കോൺഗ്രസ്. സീറ്റ് നൽകാനാകില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞ കാര്യം ജോസ് കെ മാണി സ്ഥിരീകരിച്ചു. അല്ല, അവരുടെ ബുദ്ധിമുട്ട് അവർ അറിയിച്ചു, ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങളും അങ്ങോട്ട് അറിയിച്ചു, നമ്മുടെ വാദങ്ങളൊക്കെ മുന്നോട്ട് വെച്ചു. അപ്പോൾ നാളെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നാളത്തെ ചർച്ചയ്ക്ക് മുൻപ് ജോസഫിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ കേരള കോൺഗ്രസ് എമ്മിൽ സജീവമാണ്. മതമേലധ്യക്ഷന്മാർ വഴിയാണ് നീക്കം തുടരുന്നത്. സീറ്റ് കിട്ടിയില്ലെങ്കിൽ പാർട്ടി വീണ്ടും രണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ജോസഫ് നൽകുന്നത്. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് വേണമെന്ന നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് ജനതാദൾ എസ്. കോട്ടയം സീറ്റിൽ മത്സരിക്കാൻ താൽപര്യമില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. എറണാകുളം സീറ്റിലാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നും സീറ്റ് നിഷേധിച്ചപ്പോൾ മുന്നണി വിട്ട പാരമ്പര്യം പാർട്ടിക്കുണ്ടെന്നും വൈസ് പ്രസിഡന്റ് ജോസ് തെറ്റയിൽ പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ജനതാദൾ എസ് സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ ചേരുകയാണ്. മന്ത്രിയും പാർട്ടി അധ്യക്ഷനുമായ കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിന്റെ ആദ്യഘട്ടത്തിൽ എംഎൽഎമാരും പാർട്ടി ജില്ലാ പ്രസിഡന്റുമാരും പങ്കെടുക്കും. ഉച്ചയ്ക്കു ശേഷം സംസ്ഥാന സമിതി യോഗവും ചേരും. 2009 LDF നിൽക്കുമ്പം സീറ്റ് തരാത്തതിൻ്റെ പേരിൽ പിളർന്ന പാർട്ടിയാണത്. ഞങ്ങൾ സീറ്റ് തരാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ മന്ത്രി സ്ഥാനം രാജിവെക്കണമെന്ന് പറഞ്ഞിട്ട് മാത്യു ടി തോമസ് രാജിവെച്ചതാണ്. അപ്പോൾ അതിൻ്റെ സൂചന മനസ്സിലായല്ലോ. ഞങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ഞങ്ങൾ ഉറച്ചു നിന്ന ആൾക്കാരാണ്. കാരണം കഴിഞ്ഞ തവണ സീറ്റ് ഞങ്ങൾക്ക് തന്നതാണ്. പിന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് അങ്ങനെ ഒരു രീതിക്ക് പോകേണ്ട കാര്യമില്ല, ചിന്തിക്കേണ്ട കാര്യമില്ല. കോട്ടയം ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് ഞങ്ങൾ അറിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഡൽഹിയിൽ നടക്കുന്ന CPM കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് സമാപിക്കും. പശ്ചിമ ബംഗാളിൽ കോൺഗ്രസുമായി സീറ്റ് പങ്കിടുന്ന കാര്യത്തിൽ യോഗം അന്തിമ തീരുമാനമെടുക്കും. സിറ്റിംഗ് സീറ്റുകളിൽ വിട്ടുവീഴ്ച വേണ്ടെന്നാണ് പാർട്ടി നിലപാട്. മറ്റു സീറ്റുകളുടെ കാര്യത്തിലാണ് ഇന്ന് തീരുമാനമെടുക്കുക. ബംഗാളിൽ കോൺഗ്രസുമായി നീക്കുപോക്കുണ്ടാക്കാൻ പോളിറ്റ് ബ്യൂറോ നേരത്തെ അനുമതി നൽകിയിരുന്നു. കേരളത്തിൽ 2 ടേം പൂർത്തിയാക്കിയ സിറ്റിംഗ് MPമാർക്ക് വിജയസാധ്യത മുൻനിർത്തി ഇളവ് നൽകണോ എന്നതും കേന്ദ്ര കമ്മിറ്റി തീരുമാനിക്കും. ബലാക്കോട്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. 250 ഭീകരർ കൊല്ലപ്പെട്ടെന്ന് BJP അധ്യക്ഷൻ അമിത്ഷാ അവകാശപ്പെട്ടു. കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറിയില്ലെന്നും കണക്ക് വ്യോമസേന എടുക്കാറില്ലെന്നുമായിരുന്നു എയർ ചീഫ് മാർഷൽ BS ധനോവയുടെ പ്രതികരണം. സൈന്യത്തെ തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി BJP ഉപയോഗിക്കുകയാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ബലാക്കോട്ടിൽ കൊല്ലപ്പെട്ട ഭീകരരുടെ എണ്ണത്തെക്കുറിച്ച് ആദ്യമായാണ് BJP അധ്യക്ഷന്റെ പ്രതികരണം. പുൽവാമ ആക്രമണത്തിന് ശേഷം മിന്നലാക്രമണം ഉണ്ടാകില്ലെന്ന് എല്ലാവരും പറഞ്ഞു നടന്നപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വ്യോമാക്രമണത്തിന് ഉത്തരവിട്ടു. 250 ഭീകരരെയാണ് ഒറ്റയടിക്ക് കൊന്നത്. ഇന്ത്യക്ക് ഒരു നഷ്ടവും സംഭവിച്ചതുമില്ല. വിംഗ് കമാൻഡർ അഭിനന്ദനെ തിരിച്ചുകൊണ്ടുവന്നത് മോഡിയുടെ ഇച്ഛാശക്തിയാണെന്നും അമിത്ഷാ പറഞ്ഞു. എന്നാൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണത്തെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു വ്യോമസേനാ മേധാവി BS ധനോവയുടെ പ്രതികരണം. വ്യോമസേന കണക്കെടുക്കാറില്ല, സർക്കാരാണ് കണക്ക് നൽകേണ്ടതെന്നും ധനോവ പറഞ്ഞു. ആക്രമണത്തിൽ ഒരാൾ പോലും മരിച്ചിട്ടില്ലെന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകളെപ്പറ്റി പ്രധാനമന്ത്രി പ്രതികരിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. All these international agencies are saying that there is no proof of militants being killed at Balakot. Is it that the international media is pro-Pakistan? Is the Prime Minister now going to say that the international media, by saying this, is pro-Pakistan? ബാലാക്കോട്ട് ആക്രമണവും അഭിനന്ദനെ വിട്ടുകിട്ടിയതും പ്രധാനമന്ത്രിയുടെ നേട്ടമായി ഉയർത്തിക്കാണിക്കുക.
പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നിലെ സുരക്ഷാ വീഴ്ചകളെ ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തുക, ദേശീയത ഉപയോഗിച്ചുള്ള BJPയുടെ ഈ പ്രചാരണ തന്ത്രത്തെ ചെറുക്കുകയെന്നതാണ് പ്രതിപക്ഷത്തിന് മുന്നിലുള്ള വെല്ലുവിളി. ഡൽഹിയിൽ നിന്ന് എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18. അതിർത്തിയിൽ ഇന്ത്യ പാകിസ്ഥാൻ വെടിവെപ്പ് തുടരുന്നു. അഖ്നൂർ മേഖലയിൽ പുലർച്ചെ 3 മണിയോടെ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും സൈനികർ പരസ്പരം വെടിയുതിർത്തു. വോട്ടെടുപ്പ് സാധ്യത വിലയിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് കശ്മീർ സന്ദർശിക്കും. സംഘർഷത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന സംഝോത എക്സ്പ്രസ് സർവീസ് പുനരാരംഭിച്ചു. തെരഞ്ഞെടുപ്പ് റാലിയിൽ സൈനിക വേഷം ധരിച്ചെത്തിയ BJP MPയുടെ നടപടി വിവാദമാകുന്നു. BJP ഡൽഹി പ്രസിഡന്റ് കൂടിയായ മനോജ് തിവാരിയാണ് ബൈക്ക് റാലിയിൽ സൈനിക വേഷത്തിലെത്തിയത്. നാണമില്ലാത്ത പ്രവൃത്തിയാണ് മനോജ് തിവാരിയുടേതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് വിമർശിച്ചു. ജവാന്മാരെ മുൻനിർത്തി BJP രാഷ്ട്രീയം കളിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ജവാന്മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ് സൈനിക വേഷം ധരിച്ചതെന്നായിരുന്നു മനോജ് തിവാരിയുടെ പ്രതികരണം. കർണാടകത്തിൽ രാഷ്ട്രീയ കുതിരക്കച്ചവടം തുടരുന്നു. ചിൻചോളിയിൽ നിന്നുള്ള കോൺഗ്രസ് MLA ഡോക്ടർ ഉമേഷ് ജാദവ് സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറി. മറ്റ് 2 പേർ കൂടി വരും ദിവസങ്ങളിൽ രാജിവെച്ചേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ സംസ്ഥാനത്തെത്തുമ്പോൾ ഇവർ BJPയിൽ ചേരുമെന്നാണ് റിപ്പോർട്ട്. കോൺഗ്രസും ജനതാദളും തമ്മിൽ സീറ്റ് വിഭജന ചർച്ച തുടങ്ങിയ ദിവസം തന്നെയാണ് കോൺഗ്രസ് MLA ഡോക്ടർ ഉമേഷ് ജാദവ് പാർട്ടിയിൽ നിന്നും നിയമസഭയിൽ നിന്നും രാജിവെച്ചത്. PCC അധ്യക്ഷനും നിയമസഭാ സ്പീക്കർക്കും അദ്ദേഹം രാജിക്കത്ത് നൽകി. ഉമേഷ് ജാദവിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് സിദ്ധരാമയ്യ നൽകിയ കത്ത് സ്പീക്കറുടെ പരിഗണനയിൽ ഇരിക്കെയാണ് രാജി. കൽബുർഗി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും BJP സ്ഥാനാർത്ഥിയായി ഉമേഷ് ജാദവ് മത്സരിക്കുമെന്നാണ് സൂചന. ബെല്ലാരി MLA നാഗേന്ദ്ര, ബെൽഗാവി MLA രമേശ് ചാർക്കോളി എന്നിവരും ഉടൻ രാജി സമർപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. ബുധനാഴ്ച സംസ്ഥാനത്തെത്തുന്ന പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇവർ BJPയിൽ ചേർന്നേക്കും. 3 MLAമാർ രാജിവെച്ചാലും കുമാരസ്വാമി സർക്കാരിന് തൽക്കാലം ഭൂരിപക്ഷം നഷ്ടമാകില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. വായ്പാ തട്ടിപ്പ് കേസിൽ ICICI ബാങ്ക് മുൻ മേധാവി ചന്ദ കൊച്ചാറിനെ തുടർച്ചയായ 3-ാം ദിവസവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു. ചന്ദ കൊച്ചാറിന്റെയും ഭർത്താവിന്റെയും ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളിൽ റെയ്ഡ് നടത്തിയ ശേഷമാണ് മുംബൈ ഓഫീസിൽ ചോദ്യം ചെയ്യൽ തുടരുന്നത്. ചിതറയിലെ CPM പ്രവർത്തകൻ ബഷീറിന്റെ കൊലപാതകം വ്യക്തിവൈരാഗ്യം മൂലമാണെന്ന് പ്രതി ഷാജഹാൻ. പകരം വീട്ടാനാണ് ബഷീറിന്റെ വീട്ടിൽ എത്തിയതെന്നും പ്രതി തെളിവെടുപ്പിനിടെ വെളിപ്പെടുത്തി. ഷാജഹാൻ കോൺഗ്രസുകാരനല്ലെന്ന് സഹോദരൻ സലാഹുദ്ദീൻ പറഞ്ഞു. രാഷ്ട്രീയ വിരോധവും വ്യക്തിവൈരാഗ്യവും മൂലമാണ് ഷാജഹാൻ ബഷീറിനെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് കടക്കൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ FIRലും റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നത്. ഇതിൽ വ്യക്തിവൈരാഗ്യം സാധൂകരിക്കുന്നതാണ് പ്രതി ഷാജഹാന്റെ കുറ്റസമ്മതം. കൊല്ലപ്പെട്ട ബഷീറുമായി വ്യക്തിവൈരാഗ്യമുണ്ടായിരുന്നു. പക തീർക്കാനാണ് ബഷീറിനെ കുത്തിയത്. കൊല്ലാൻ തന്നെയാണ് എത്തിയതെന്നും ഷാജഹാൻ പറയുന്നു. ഷാജഹാൻ കോൺഗ്രസുകാരനല്ല എന്നാണ് സഹോദരൻ സുലൈമാൻ പറയുന്നത്. കുടുംബത്തിലെല്ലാവരും CPM അനുഭാവികളാണ്. ബഷീറിന്റെ കൊലപാതകം രാഷ്ട്രീയ വൈരാഗ്യം മൂലമാണെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് CPM. കോൺഗ്രസുകാരനല്ല എന്ന് വാദിക്കുന്ന ആള് കോൺഗ്രസുകാർ അയാളെ കേസുമായിട്ട് ബന്ധപ്പെട്ട് സഹായിക്കാതിരുന്നാൽ മതി. മുൻമന്ത്രി PK ഗുരുദാസൻ കൊല്ലപ്പെട്ട ബഷീറിന്റെ വീട് സന്ദർശിച്ചു. പ്രാദേശിക CPM നേതാക്കളും ഗുരുദാസനൊപ്പം ഉണ്ടായിരുന്നു. ബഷീറിന്റെ കൊലപാതകം വ്യക്തിവൈരാഗ്യം മൂലമാണെന്ന് വ്യക്തം. രാഷ്ട്രീയ വൈരാഗ്യം കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്നാണ് ഇനി അറിയേണ്ടത്. ചിതറയിൽ നിന്നും ക്യാമറമാൻ ഷിജു ചവറയ്ക്കൊപ്പം ശ്യാം ദേവരാജ്, ന്യൂസ് 18. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പ് കേസിൽ ക്രൈംബ്രാഞ്ചിന് നിർണായക തെളിവുകൾ ലഭിച്ചു. വെടിവെപ്പിന് സഹായം നൽകിയ സംഘത്തിലെ കൊല്ലം സ്വദേശിയായ ഡോക്ടറെ തിരിച്ചറിഞ്ഞു. ഇയാളുടെ വീടുകളടക്കം 2 കേന്ദ്രങ്ങളിൽ ക്രൈംബ്രാഞ്ച് റെയ്ഡ് നടത്തി. ഏതാനും ദിവസം മുമ്പ് വീട്ടിലെത്തിയ ഡോക്ടർ പാസ്പോർട്ട് ശേഖരിച്ചു പോയതായി വിവരം ലഭിച്ചു. വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. സംസ്ഥാനത്തെ ശിവക്ഷേത്രങ്ങളിൽ ശിവരാത്രി ആഘോഷങ്ങൾ തുടങ്ങി. പ്രത്യേക പൂജകളും ചടങ്ങുകളും പുരോഗമിക്കുകയാണ്. ആലുവ മണപ്പുറത്ത് ആഘോഷത്തിന് വിപുലമായ ഒരുക്കങ്ങളാണുള്ളത്. ശിവരാത്രിയോടനുബന്ധിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ശിവക്ഷേത്രങ്ങളിൽ പുലർച്ചെ മുതൽ പ്രത്യേക ചടങ്ങുകൾ തുടങ്ങി. നിരവധി പേരാണ് ക്ഷേത്രങ്ങളിൽ എത്തിക്കൊണ്ടേയിരിക്കുന്നത്. വൈകുന്നേരത്തോടെ ആഘോഷ പരിപാടികൾ ആരംഭിക്കും. മഹാപ്രളയത്തെ അതിജീവിച്ച ആലുവ മണപ്പുറത്ത് നിരവധി പേരാണ് ആഘോഷത്തിനെത്തുന്നത്. വൈകിട്ട് 6:30 ദീപാരാധന നടക്കും. ഉറക്കമൊഴിച്ച് മണപ്പുറത്ത് കാത്തിരിക്കുന്നവർ പുലർച്ചെ ബലിതർപ്പണം നടത്തിയാണ് മടങ്ങുക. 5 വിളക്കുകളുടെ പ്രാധാന്യമാണ് സ്വതയുടെ പറയുക. മകരം തൊട്ട് മേടം വരെയുള്ള ആ ഒരു 3 മാസക്കാലമാണ് ഇവിടെ മുറയ്ക്ക് പൂജയായിട്ടൊക്കെ ഉള്ളൂ. ബാക്കി 2 ദിനം നേദ്യം മാത്രമായിട്ടേ ഉള്ളൂ. ഈ 5 വിളക്കുകളെന്ന് പറയുന്ന ഒന്ന് മകരൊന്നിന് മകരവിളക്ക്,
കുംഭമാസത്തിലിപ്പോൾ ശിവരാത്രിക്ക് ശിവരാത്രി വിളക്ക്. ഇന്ന് ആ ശിവരാത്രി വിളക്കാണ് രാത്രി 12 മണിക്ക് ശേഷമാണ് അത് നടക്കുക. മണപ്പുറത്തും അദ്വൈത ആശ്രമത്തിലുമായി ഒരേ സമയം 2000 പേർക്ക് ബലിതർപ്പണം നടത്താൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. വൈകിട്ടോടെ ആലുവയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. KSRTCയും കൊച്ചി മെട്രോയും പ്രത്യേക സർവീസ് ഒരുക്കും. സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. മാലിന്യ കൂമ്പാരത്തിന് പിന്നിൽ അഴിമതിയും. കൊച്ചിയിലെ മാലിന്യ പ്രശ്നം രൂക്ഷമായി തുടരുമ്പോൾ മൊബൈൽ മാലിന്യ സംസ്കരണത്തിന് എന്ന പേരിൽ വാങ്ങിയ 3 കോടിയുടെ വാഹനം തുരുമ്പെടുത്ത് നശിക്കുന്നു. നഷ്ടം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വാഹനം ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ 6 വർഷമായി മാറ്റിയിട്ടിരിക്കുന്നത്. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെത്തിയാൽ മാലിന്യ കൂമ്പാരങ്ങൾക്കൊപ്പം മറ്റൊരു കാഴ്ച കാണാം. മൊബൈൽ മാലിന്യ സംസ്കരണം എന്ന പേരിൽ കഴിഞ്ഞ സർക്കാർ വാങ്ങിയ 3 കോടിയുടെ മാലിന്യ സംസ്കരണ വാഹനം തുരുമ്പെടുത്ത് നശിക്കുന്നു. 2012-ൽ മാലിന്യ പ്രശ്ന പരിഹാരത്തിന് ഉമ്മൻചാണ്ടി സർക്കാരും ക്ലീൻ കേരള കമ്പനിയും കണ്ടെത്തിയ മാർഗമാണ് ഈ വാഹനം. വിവിധ പ്രദേശങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതിനൊപ്പം മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കാൻ സാധിക്കുമെന്നതാണ് വാഹനത്തിന്റെ പ്രത്യേകത. എന്നാൽ ഗംഭീരമായി നടന്ന ഉദ്ഘാടനത്തിന് ശേഷം ഇത് പ്രവർത്തിപ്പിച്ചത് വളരെ കുറച്ച് തവണ മാത്രം. ഇതിൽ മാലിന്യ സംസ്കരണം നടത്തുന്നത് നഷ്ടം വരുത്തുമെന്ന കാരണം പറഞ്ഞാണ് വാഹനം ഉപേക്ഷിച്ചത്. 10 മണിക്കൂർ പ്രവർത്തിപ്പിക്കാൻ 600 ലിറ്റർ ഡീസൽ വേണം. അതേസമയം സംസ്കരിക്കാൻ കഴിയുക 1 ടണ്ണോളം മാലിന്യം മാത്രം. വാഹനം നഷ്ടമുണ്ടാക്കുമെന്ന വിവരം വാങ്ങുമ്പോൾ അധികൃതർക്ക് അറിയില്ലായിരുന്നു എന്ന ചോദ്യം ബാക്കി. വാഹനം വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണവും ശക്തം. കുറിച്ചൊരു അന്വേഷണം നടത്തി ഇത് കണ്ടെത്തണമെന്നുള്ള ഒരു കാര്യത്തിൽ ഇതിൻ്റെ പുറകെ തന്നെ ഞാൻ പോകും. ഏത് സർക്കാർ മേടിച്ചെന്നല്ല, ഇതിപ്പോൾ ജനങ്ങളുടെ കാശാണ്. ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയിട്ട് നശിപ്പിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. 6 വർഷം ഉപയോഗശൂന്യമായി കിടന്ന വാഹനം പൂർണ്ണമായും നശിച്ച അവസ്ഥയിലാണ്. സ്പെയർ പാർട്സുകൾ പലതും അടിച്ചുമാറ്റപ്പെട്ട നിലയിലും. കൊച്ചിയിൽ മാലിന്യ സംസ്കരണം കീറാമുട്ടിയായി തുടരുമ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച. നഷ്ടമുണ്ടാകുമെന്ന് കണ്ടിട്ടും കോടികൾ മുടക്കി എന്തിനീ വാഹനം വാങ്ങിയെന്നതിൽ മറുപടി പറയേണ്ടത് അധികാരികളാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ അഷ്റഫ് മുഹമ്മദിനൊപ്പം SS ശരൺ, ന്യൂസ് 18. കോഴിക്കോട് മുക്കത്തിനടുത്ത് തോട്ടുമുക്കത്ത് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. പുലർച്ചെ 5 മണിയോടെ ടാപ്പിംഗ് തൊഴിലാളികളാണ് ആദ്യം ആനയെ കണ്ടത്. 100 കണക്കിന് ആളുകൾ താമസിക്കുന്ന സ്ഥലത്താണ് ആന ഇറങ്ങിയത്. ഇതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി. വനപാലകരും പോലീസും സ്ഥലത്തെത്തി. ആനയെ കാട്ടിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമം തുടരുകയാണ്.